എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വരുന്നവർക്ക് കൈ കൊണ്ടിങ്ങനെ മാജിക് ഒക്കെ ചെയ്ത് സ്വർണം കൊടുക്കുക. ജനിച്ചപ്പോൾ തൊട്ടേ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ കാഴ്ച കൊടുക്കുക. വെള്ളത്തിന്റെ മുകളിൽ നടക്കുക. ഈ ലോകത്ത് ഒരേ സമയത്ത് വേറെ വേറെ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേറെ. ബട്ട് ഇപ്പോ റീസെന്റ് മരിച്ചുപോയ സത്യസായിബാബയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസികളെല്ലാവരും ഇത് വിശ്വസിക്കുന്നുണ്ട്. ഈ സത്യസായിബാബ ആരാണ് എന്ന് തന്നെ പലർക്കും അറിയത്തില്ലായിരിക്കും. സായിബാബ നമുക്ക് കുറെ പേർക്ക് അറിയായിരിക്കും, അറ്റ്ലീസ്റ്റ് കേട്ട് കാണും. കാരണം കുറെ അടുത്ത് അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈ പുട്ടപ്പർതി സായിബാബ ആരാണ്? ഒരു ആഫ്രോ ഹെയർ സ്റ്റൈലില് ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരാള്, ഇത്രയും നമുക്കറിയത്തുള്ളൂ. ബട്ട് ഇന്ന് ഫേമസ് ആയിട്ടിരിക്കുന്ന വിജയ് ദേവരകൊണ്ട, സായ് പല്ലവി, ഇവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചിരുന്നത് എന്ന് എത്ര പേർക്ക് അറിയാം? ഇദ്ദേഹം മരിച്ചുപോയപ്പോ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അതിനു മുന്നുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ആരാണ് ഈ പുട്ടപ്പർതി സായിബാബ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ആൻസേഴ്സ് പറയും. ബട്ട് പുട്ടപ്പർതി സായിബാബയോട് തന്നെ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അദ്ദേഹം സായിബാബയുടെ പുനർജന്മമാണ്. അത് മാത്രമല്ല, ഈ വർഷം അതായത് 2024 അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരും എന്ന അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ് ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് വിശ്വസിക്കാൻ മാത്രം ഇദ്ദേഹം ആരാണ്? ഈ പുട്ടപ്പർതി സായിബാബ ദൈവമാണോ ഉടായ്പാണോ? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ കഥ എവിടെയാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഷിർഡി സായിബാബ എന്നൊരു സായിബാബ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ജനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സഹായമൊക്കെ ചെയ്ത് ഒരു വളരെ സിമ്പിൾ ലൈഫ് ജീവിച്ച് അദ്ദേഹം മരിച്ചു പോവാണ്. ഈ ഷിർഡി സായിബാബ മരിച്ചു പോയിട്ട് ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് പുട്ടപ്പർതി എന്ന സ്ഥലത്ത് ഈ സായിബാബ ജനിക്കുന്നത്. ബട്ട് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് സായിബാബ എന്നല്ല. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് രത്നകാരം സത്യനാരായണ രാജു. ഇതാണ് ഒറിജിനൽ പേര്. 1926 ജനിക്കുന്നത്, അതായത് ബ്രിട്ടീഷിന്റെ കാലത്തിലാണ് ജനിക്കുന്നത്. ടോട്ടലി 5 പേരുണ്ട് ഇവർ, അതായത് അച്ഛനും അമ്മയ്ക്കും 5 മക്കള്. അതിൽ 4ാമത്തെ മകനാണ് ഈ സായിബാബ. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നോർമലായിട്ടാണ് ഇദ്ദേഹത്തെ വളർത്തുന്നത്. ബട്ട് എന്നാലും ഇദ്ദേഹത്തിന് ഒരു 14 വയസ്സൊക്കെ ആയപ്പോ ഒരു തേള് അദ്ദേഹത്തെ കുത്തി. തേള് കുത്തിയപ്പോ തന്നെ അദ്ദേഹം ബോധം കെട്ട് വീണു. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇദ്ദേഹം മരിച്ചുപോയി എന്ന് തന്നെ അങ്ങ് ഉറപ്പിച്ചു. ബട്ട് കുറെ സമയം കഴിഞ്ഞ് ഒരു രാത്രി മൊത്തവും ഇദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതി ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങ് വരുന്നു. വന്നിട്ട് എന്തുവാ പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ സായിബാബയുടെ പുനർജന്മമാണ് എന്ന് പറയുന്നു. ഒരു 14 വയസ്സ് ചെറുക്കൻ അവനിങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ചു ഇവൻ ഏതാണ്ട് ബാധ കയറിയതായിരിക്കും എന്നൊക്കെ ആൾക്കാർ വിചാരിച്ച്. അപ്പൊ പേടിച്ച് അദ്ദേഹത്തിന് അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, അവിടെ അടുത്ത് ഇങ്ങനെ ഈ മാന്ത്രികമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണത്തില്ലേ, ഈ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന, അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി. ആ മന്ത്രവാദിയാണെങ്കിൽ അടിച്ചങ്ങ് പൊളിച്ചെടുത്തു എന്നാ പറയുന്നത്. നോർമലി ഇവരൊക്കെ അങ്ങനെയാണല്ലോ, ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്നവരൊക്കെ ഈ ചൂരിലൊക്കെ കാണും, അത് വെച്ച് ശരിക്കും അങ്ങ് അടിക്കും. ഫൈനലി വേദന സഹിക്കാൻ പറ്റാതെ ഫൈനലി അങ്ങ് സമ്മതിക്കും, ഞാൻ ചുമ്മാ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമ്മതിക്കും. ബട്ട് ഇദ്ദേഹത്തെ അമ്മാതിരി അടി അടിച്ചിട്ടും ഇദ്ദേഹം ചുമ്മാ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പൊ ഈ മന്ത്രവാദി നോക്കുക, എന്തുവാടെ ഇത്, ഞാൻ ഇത്രയും അടി അടിച്ചിട്ടും താൻ ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ സായിബാബ പറയുക, എനിക്ക് ഈ അടിയൊന്നും ഒന്നുമല്ല, ഞാൻ ശിവന്റെ ശക്തിയുടെ അവതാരമാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തില് സായിബാബയായിരുന്നു, ഈ ജന്മത്തിലും ഞാൻ സായിബാബയാണ്, എന്നെ ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല, നിങ്ങൾ വെറുതെ മെനക്കെടണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഫൈനലി ആ മാന്ത്രികൻ അങ്ങ് പോയി. ആൻഡ് ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ചുമ്മാ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോ കുറെ പിള്ളേരുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ അച്ഛൻ കണ്ടപ്പോ പേടിച്ചു പോയി, ഇതെന്തുവാ എന്റെ മകന് ചുറ്റും ഇത്രയും പേര് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി നോക്കിയപ്പോ ഒരു 14 വയസ്സ് പയ്യൻ കൈ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് നേരെ ഈ കയ്യിൽ ലഡ്ഡു വരുന്നു. നേരെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കൈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് ജിലേബി കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ഉള്ള പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര കൺഫ്യൂസ് ആയി, എന്തുവാടെ ഇത്, ഇവൻ ചുമ്മാ കൈ ഇങ്ങനെ കാണിച്ച് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുവരുന്നത് എന്നിങ്ങനെ കൺഫ്യൂസ് ആയി അവർ. ഇദ്ദേഹത്തിന്റെ അച്ഛനും കൺഫ്യൂസ് ആയി. മകനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയിട്ട്
എന്തുവാടെ നീ കാണിച്ചു കൂട്ടുന്നത്, നീ എന്ത് മാജിക്കായി കാണിക്കുന്നത്, നീ മാജിക്കോളം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ സായിബാബയുടെ അവതാരമാണ് എന്ന കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമായിരുന്നു അദ്ദേഹം. ഫൈനലി ഇദ്ദേഹത്തിന് അച്ഛനും കൈ ഒഴിഞ്ഞു. കാരണം ഇദ്ദേഹവും അമ്മയും എന്തോറും ശ്രമിച്ചിട്ടും എന്തോറും പറഞ്ഞിട്ടും ഒന്നും ശരിയാവുന്നില്ല, ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പറയാ, ഞാൻ സായിബാബ ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഭക്തരെ കാണാൻ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഷിർഡിയിലേക്ക് പോകുന്നു. അതായത് മറ്റേ സായിബാബ ജീവിച്ച സ്ഥലം. അവിടെ പോയപ്പോൾ ആകെ പ്രശ്നമായി. അതായത് ഷിർഡിയിലോട്ട് പോയപ്പോൾ ഈ ഒറിജിനൽ സായിബാബയുടെ വിശ്വാസികളില്ലേ, അവരൊന്നും ഇദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അവർ പറയുന്നു ഇങ്ങനെ പിന്നെയും ഞാൻ വേറൊരു സായിബാബയായിട്ട് തിരിച്ച് പുനർജനിച്ച് ഞാൻ ഇങ്ങനെ വരും, ഇങ്ങനൊന്നും ഞങ്ങളുടെ സായിബാബ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു സാധാരണ ജീവിതം ജീവിച്ചു. പറ്റുന്നത്രയും അദ്ദേഹം ഈ പാവങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചു, ഒരുപാട് ജനങ്ങളെയൊക്കെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, വിശ്വാസികളോടും അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങളും പറ്റുന്നത്രയും പാവങ്ങളെയൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു എന്നതല്ലാതെ ഞാൻ വീണ്ടും പുനർജനിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ സായിബാബ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് അവർ തർപ്പിച്ചങ്ങ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാറി നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോവാണ്. അവിടെ കുറെ ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്നു. അങ്ങനെ പോയി വരുന്നു. അങ്ങനെ ചുമ്മാ പോയിട്ട് വരുമല്ല, അങ്ങനെ അവിടെ കയറുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ മാജിക് ഒക്കെ ചെയ്തിട്ടേ വരത്തില്ല. അത് ഇങ്ങനെ കൈ ഇങ്ങനെ വീശിയിട്ട് നേരെ സ്വർണം കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യം ലഡുവും ജിലേബിയും ഒക്കെ ആയിരുന്നു. പിന്നീട് ബഡ്ജറ്റൊക്കെ കുറച്ച് കൂടി, കാശൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ബഡ്ജറ്റൊക്കെ കൂടി ലഡു ജിലേബി എന്നൊക്കെ മാറി ആള് സ്വർണം കൊണ്ടുവരാൻ തുടങ്ങി. സ്വർണ്ണമാല, സ്വർണ്ണ മോതിരം, ഇങ്ങനെയൊക്കെ. സോ ഇങ്ങനെ ആൾ ഓരോ സ്ഥലത്തും പോയി ഇതൊക്കെ ചെയ്തപ്പോൾ പതുക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസികൾ കൂടാൻ തുടങ്ങി. അങ്ങനെ വളർന്ന് വലിയ വലിയ ക്രിക്കറ്റേഴ്സ്, ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇദ്ദേഹത്തിനെ കാണാനൊക്കെ വരുന്നു. ആൻഡ് ഫൈനലി ഇന്ത്യ മുഴുവൻ അദ്ദേഹം അവിടെയൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായ പുട്ടപ്പർതിയിലേക്ക് തന്നെ വരുന്നു. അവിടെ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാകുന്നു. അവിടെ എത്തിയ ആ സമയത്ത് ബൈ ദ ടൈം അദ്ദേഹത്തിന്റെ പേര് ഈ സത്യനാരായണ രാജു എന്ന അദ്ദേഹത്തിന്റെ പേരൊക്കെ എല്ലാവരും മറന്നുപോയി. എല്ലാവരും അദ്ദേഹത്തെ സായിബാബ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒറിജിനൽ സായിബാബയുടെ വിശ്വാസികളും ഇപ്പൊ വന്നിരിക്കുന്ന ഈ സായിബാബയുടെ വിശ്വാസികളും തമ്മിൽ ഭയങ്കര ക്ലാഷ് ഒക്കെ ആയി, ഭയങ്കര പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ആയി. നിങ്ങൾ ഇങ്ങനെ സായിബാബയുടെ പേരൊക്കെ യൂസ് ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ പേര് പുട്ടപ്പർതി സായിബാബ അല്ലെങ്കിൽ സത്യ സായിബാബ എന്ന് വെച്ചു. കാരണം അദ്ദേഹത്തിന്റെ പേര് സത്യനാരായണ രാജു എന്നാണല്ലോ, അതുകൊണ്ട് സത്യ സായിബാബ എന്ന് വെച്ചു. ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലവ് ഓൾ, സെർവ് ഓൾ ആൻഡ് ഹെൽപ്പ് എവർ ആൻഡ് ഹേർട്ട് നെവർ എന്ന പോളിസി ഫോളോ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഒരു വലിയ ക്ഷേത്രം പുട്ടപ്പർതിയിൽ നിർമ്മിക്കുന്നു. ഫണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലോ ആവുന്നു. ഡൊണേഷൻസ്, അതും ഇന്റർനാഷണൽ ഡൊണേഷൻസ് ഒക്കെ, അതും ഈ ഡോളേഴ്സിലും പൗണ്ട്സിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡൊണേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം ഈ പുറത്തുള്ളവരൊക്കെ എന്തോ വിചാരിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറയണമെങ്കിൽ, ഞാൻ 96 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. ബട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല സംഭവിച്ചത്. അദ്ദേഹം 84 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ബട്ട് അദ്ദേഹം 96 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചു പോകേണ്ടിയിരുന്ന വർഷം ഈ വർഷമാണ്, അതായത് 2024 അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസികളൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ വർഷം സായിബാബ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. അതേപോലെ ഒരു പ്രാവശ്യം ഒരു സ്പീച്ച് അദ്ദേഹം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഏകദേശം 1000-കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ചുറ്റും നിൽക്കുക അവിടെ അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തിരക്കി ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു തൂണിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുമായിരുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. സായിബാബ താഴെ ഇരിക്കുക, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സ്കൂൾ പയ്യൻ അവിടുന്ന് സ്ലിപ്പായി നേരെ സായിബാബയുടെ മേത്തോട്ട് അങ്ങ് വീണു. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഹിപ്പ് ഫ്രാക്ചർ ആയിപ്പോയി. പിന്നീട് അദ്ദേഹത്തിന് നിന്നൊന്നും പ്രസംഗിക്കാനൊന്നും പറ്റിയില്ല, വീൽ ചെയറിലായിരുന്നു. കുറെ പേർക്ക് ഇങ്ങനെ ട്രിക്സ് ഒക്കെ ചെയ്ത് സ്വർണം കൊടുക്കുക, ഡയമണ്ട് കൊടുക്കുക,
ശിവലിംഗമൊക്കെ ഇങ്ങനെ വായിൽ നിന്നും ഇങ്ങനെ ഛർദ്ദിച്ചെടുക്കുക, ഇതിനൊക്കെ കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹം ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നെഗറ്റീവ് കമന്റ്സും കുറെ വന്നിട്ടുണ്ട്. കാതല കാതല എന്ന സിനിമയില് കമൽഹാസൻ ഇദ്ദേഹത്തിന് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ മിക്സ്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പോസിറ്റീവായിട്ടും ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ടും ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ആൾക്കാർ ഭയങ്കരമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹത്തിനെ കളിയാക്കുകയും ഇങ്ങനെ മാജിക് ഒക്കെ ചെയ്തിട്ട് സ്വർണം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തട്ടിപ്പാണ് ഉടായ്പാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ബട്ട് ഇന്ത്യയിൽ ലാസ്റ്റ് ഫേമസ് ഗോഡ് മാൻ എന്ന് പറയണമെങ്കിൽ, ഈ ഗോഡ് മാൻ എന്ന് വെച്ചാൽ ഞാനാണ് ദൈവം എന്ന് പറയുന്ന ആൾക്കല്ലേ, അങ്ങനെ ഒരു ഗോഡ് മാൻ എന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ സത്യസായി ബാബയാണ്. ഇപ്പോഴും കുറെ ഈ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, സ്വാമികളൊക്കെ കുറെ പേരുണ്ട് അവിടെ ഇവിടെയായിട്ട്. ബട്ട് എന്നാലും അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മെസ്സഞ്ചറാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ റെപ്രസെന്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞാനൊരു ഗുരുവാണ് എന്ന് ആ ഒരു സ്റ്റേജ് വരെ പോകും അവർ. ഞാനാണ് ദൈവം, ഞാനാണ് സായിബാബയായിട്ട് ജനിച്ച്, ഈ ജന്മത്തിൽ ശിവനും ശക്തിയും എനിക്കുള്ളിലാണ് ഉള്ളത്, എൻ്റെ അടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാം എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമാണ്. ഇൻഫാക്ട് BBC എന്ന ഇംഗ്ലീഷ് ന്യൂസ് ചാനലിൽ ഇദ്ദേഹത്തെ കുറിച്ച് കുറെ നെഗറ്റീവായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിയും ഭയങ്കര ഫേമസ് ആയിപ്പോയി. അത് കണ്ടിട്ട് ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് സായിബാബ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറയാം, അതായത് ബ്രിട്ടീഷേഴ്സ്, ഈ സായിപ്പുമാര് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ജീസസിനെ പോലെയാണ്, അതായത് ഞാൻ യേശു ക്രിസ്തുവിനെ പോലെയാണ്, എന്നെ എതിർത്ത് സംസാരിക്കുന്ന ഇവരൊക്കെ ജൂതന്മാരെ പോലെയാണ് എന്നൊക്കെ ഇദ്ദേഹം ഓപ്പൺ ആയിട്ട് BBCക്കെതിരെയൊക്കെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ 96-ാമത്തെ വയസ്സ് വരെ ഹെയിൽ ആൻഡ് ഹെൽത്തി ആയിട്ട് ജീവിക്കും, അതിനുശേഷമേ ഞാൻ മരിച്ചു പോകത്തുള്ളൂ, 96-ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകത്തുള്ളൂ, അതിനുശേഷം ഞാൻ അടുത്ത ജന്മത്തിൽ ഞാൻ കർണാടകയിലായിരിക്കും ജനിക്കുന്നത്, അതും ഒരു സ്ത്രീ ആയിട്ടായിരിക്കും ഞാൻ ജനിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നും അല്ലാതെ 84 വയസ്സിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 96-ൽ പിന്നെയും ഉയർത്തെഴുന്നേക്കും, അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസികളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത് ഈ വർഷമാണ്, 2024. സോ ഈ വർഷമായിരിക്കും അദ്ദേഹം പുനർജനിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ് ഒക്കെ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? സത്യസായി ബാബ പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ എന്റെ പൊന്നാരിസ ഇതൊക്കെ ഉഡായിപ്പാണ് എന്നാണോ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.